കണ്ണൂർ രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട് പല കഥകൾ കേരള രാഷ്ട്രീയം കേട്ടിട്ടുണ്ട്. സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട്, കൊട്ടേഷൻ ബന്ധവുമായി ബന്ധപ്പെട്ട്, അങ്ങനെ പലതരത്തിലുള്ള ആരോപണങ്ങൾ പല കാലങ്ങളിൽ വന്നിട്ടുണ്ട്. അന്നൊക്കെ പാർട്ടി പ്രതിരോധിക്കുന്നത് ഇതൊക്കെ പാർട്ടി വിരുദ്ധ പ്രചാരവേലയാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ്. ഇപ്പോൾ മനു തോമസ് പുറത്തു വന്ന ഒരാളാണ്. എവിടെ നിന്ന്? പാർട്ടിയിൽ നിന്ന് പലതവണ തിരുത്തലിൻ്റെ ഭാഗമായി നിന്ന് പലതവണ ശ്രമിച്ചിട്ടും പരാജയപ്പെട്ട് പുറത്തു വന്ന ഒരാൾ പഴയ കാര്യങ്ങളടക്കം വെളിപ്പെടുത്തുമ്പോൾ അതിന് പാർട്ടി വിരുദ്ധ പ്രചാരവേല എന്ന് മാത്രം പറഞ്ഞൊരു പരിചയ പിടിച്ചാൽ പോരാതവരില്ലേ? മാധവ്, ഇതിന് പല മാനങ്ങളുണ്ട് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഒന്ന്, നമ്മൾ കണ്ണൂർ രാഷ്ട്രീയം, കണ്ണൂരിലെ CPM രാഷ്ട്രീയം എന്നാണ് നിങ്ങൾ പ്രധാനമായി ഉദ്ദേശിക്കുന്നത് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അങ്ങനെ നമ്മൾ ചിന്തിക്കുമ്പോൾ നേരത്തെ ഈ കണ്ണൂരുള്ള രാഷ്ട്രീയ നേതാക്കന്മാരെല്ലാം ഏതാണ്ട് ഒരേ സ്വഭാവത്തിൽ ഒന്നിച്ചു നിൽക്കുന്നവർ എന്നുള്ള ഒരു ധാരണയോടുകൂടിയാണ് നമ്മൾ സംസാരിക്കുക. അവർ തമ്മിൽ പല വ്യത്യാസങ്ങൾ നമ്മൾ കാണാറുണ്ടെങ്കിലും മിക്കവാറും എല്ലാ വിഷയങ്ങളിലും അവർ ഒന്നിച്ച് നിൽക്കുന്നതാണ് നമ്മൾ കാണുക. അപ്പോൾ തന്നെ നമ്മൾ നേരത്തെ മാധു ചോദിച്ചതുപോലെ തന്നെ കണ്ണൂർ രാഷ്ട്രീയത്തിന് ഒരു പ്രത്യേകതയുണ്ട്. ഇപ്പോൾ പല നേതാക്കന്മാർ, നമുക്ക് CKP പത്മനാഭൻ്റെ ഉദാഹരണം നമുക്കറിയാവുന്നതാണ്. അപ്പോൾ അവിടെ അങ്ങനെ പാർട്ടിയുടെ ഒരു മെയിൻ സ്ട്രീമുമായിട്ട് ഏതെങ്കിലും തരത്തിൽ തെറ്റിപ്പിരിഞ്ഞാൽ അവർക്ക് പിന്നുള്ള വഴി വളരെ സൈലൻ്റായിട്ട് നിശബ്ദമായി അത് പേറി ഏതാണ്ട് പുറത്തു പോവുകയോ അങ്ങ് അപ്രത്യക്ഷരാകുകയോ ചെയ്യുക എന്നുള്ളതാണ് അവരുടെ മുന്നിലുള്ള മാർഗം എന്നാണ് നമ്മൾ കണ്ട് മനസ്സിലാക്കിയിട്ടുള്ളത്. ഇപ്പോഴതിൽ നിന്ന് വിഭിന്നമായ ഒരു സ്വരം നമ്മൾ കേൾക്കുന്നുണ്ട്. അപ്പോൾ ശ്രീ മനു തോമസ് പറഞ്ഞ കാര്യങ്ങളെല്ലാം പ്രസക്തമാണ്. അതിനെ ഒന്നും കുറച്ച് കണ്ടുകൊണ്ടല്ല ഞാൻ ഈ പറയുന്നത്. പക്ഷേ അദ്ദേഹവും സ്വീകരിച്ച വഴി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അദ്ദേഹം തന്നെ പറയാറുള്ളത് പോലെ പാർട്ടിയെ തിരുത്താൻ ഞാൻ ശ്രമിച്ചു, അവസാനം ഞാൻ സ്വയം തിരുത്തി പൊതുപ്രവർത്തനം അവസാനിപ്പിച്ചു. ഇത് പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും ഇത് തന്നെയാണ് കണ്ണൂരുണ്ടായിരുന്ന മാർഗം. ആ രീതിയിലാണ് അദ്ദേഹവും മുന്നോട്ട് പോയത്. പക്ഷേ വളരെ പെട്ടെന്ന് എന്ന് പറയാവുന്ന രീതിയിൽ ഇപ്പോൾ ഈ ശബ്ദം പുറത്തു വന്നതിൻ്റെ കാരണം എന്താണ്? ഏതാണ്ട് 3 പ്രാവശ്യം ജില്ലാ കമ്മിറ്റിയിൽ ഉന്നയിച്ചിട്ടും അതിന്മേലൊരു തീരുമാനമാകാത്ത, ഏതാണ്ട് 1 വർഷത്തോളം കാലമായി അദ്ദേഹം പുറത്തു പോയി അതിനോട് നിശബ്ദമായിട്ടാണെങ്കിലും അദ്ദേഹത്തിൻ്റെ പ്രതിഷേധം രേഖപ്പെടുത്തിയ ഒരു വിഷയത്തിൽ ഇപ്പോൾ അദ്ദേഹം പുറത്തു വരികയും സംസാരിക്കുകയും കത്ത് പുറത്തു വരികയൊക്കെ ചെയ്യുന്നതിൻ്റെ ഒരു സാഹചര്യം എന്താണ് എന്നാണ് നമ്മൾ ആലോചിക്കേണ്ടത്. ഞാനത് മനസ്സിലാക്കുന്നത്, തീർച്ചയായിട്ടും ജില്ലാ കമ്മിറ്റിയിൽ അങ്ങനെ ഒരു പരാമർശം വരികയും ചില ക്യാമ്പയിനുകൾ നടക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടെന്നുള്ളത് ഞാൻ മനസ്സിലാക്കുന്നുണ്ട്. പക്ഷേ അതൊന്നും ആദ്യത്തെ തവണയല്ല, ആദ്യത്തെ പ്രാവശ്യമല്ല. നിരവധി നേതാക്കന്മാർക്ക് അങ്ങനെ നേരിടേണ്ടി വന്നിട്ടുണ്ട്. അവരൊക്കെ അത് പേറി നടക്കുകയാണ് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ അതിന് വിഭിന്നമായൊരു കാര്യം ഉണ്ടായത് അവിടുത്തെ നേതാക്കന്മാർക്കിടയിൽ ഉള്ള ഭിന്ന സ്വരമാണ് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അത് പല രീതിയിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇപ്പോൾ ശ്രീ P. ജയരാജൻ സംസ്ഥാന കമ്മിറ്റിയിൽ ഉൾപ്പെടെ ചില കാര്യങ്ങൾ ഉന്നയിച്ചതിൻ്റെ ഒരു മറുവശമാണ് അങ്ങനെ മേനി നടിക്കേണ്ട എന്നുള്ളതിൻ്റെ ഒരു ബാക്കി പത്രമായിട്ടാണ് ഇപ്പോൾ ശ്രീ മനു തോമസ് ഇത് സംസാരിക്കുകയും ഈ കത്ത് പുറത്തു വിടുകയും P. ജയരാജനും അദ്ദേഹത്തിൻ്റെ മകനും ഒക്കെ എതിരായിട്ട് നേരിട്ട് പുറത്തു വരികയൊക്കെ ചെയ്തത് ആരുടെയും ആശീർവാദമില്ലാതെയാണെന്ന് ഞാൻ കരുതുന്നില്ല. ഞാൻ വിചാരിക്കുന്നത് മുഖ്യമന്ത്രിക്കെതിരായിട്ട് സംസാരിച്ചതിൻ്റെ ഒരു ബാക്കി പത്രമായിട്ടാണ് ഇപ്പോൾ അത് പുറത്തു വരുന്നത് എന്നാണ്. അത് നമ്മൾ കണ്ണൂരിലെ ഈ വിഭിന്ന സ്വരങ്ങളെക്കുറിച്ച് പറയുമ്പോൾ നമുക്ക് പല കാര്യങ്ങളും നമുക്ക് പരിശോധിക്കാവുന്നതാണ്. ഇലക്ഷൻ്റെ അന്ന് രാവിലെ സഖാവ് EP ജയരാജൻ ജാവേദ്കറെ കണ്ടതുമായിട്ടൊരു പരാമർശം യാദൃച്ഛികമായി അദ്ദേഹം നടത്തില്ല. നമ്മൾ എന്തൊക്കെ പ്രശ്നങ്ങൾ അദ്ദേഹത്തിൽ ആരോപിച്ചാലും ഇലക്ട്രൽ പൊളിറ്റിക്സിനെ കുറിച്ച് നല്ല ധാരണയുള്ള CPMൻ്റെ ഒരു മുതിർന്ന നേതാവാണ്. ഇലക്ഷൻ്റെ അന്ന് രാവിലെ VS രമയെ കാണാൻ പോയതിനെക്കുറിച്ച് ചർച്ച ചെയ്തതിൽ വളരെ രൂക്ഷമായി പ്രതികരിച്ചിട്ടുള്ള നേതാവാണ്. അപ്പോൾ ആ നേതാവാണ് ഇലക്ഷൻ്റെ അന്ന് കാലത്ത് BJPയുടെ അഖിലേന്ത്യാ നേതാവുമായിട്ട് താൻ കൂടിക്കാഴ്ച കണ്ടു എന്നൊരു തുറന്നു പറച്ചിൽ. അപ്പോൾ ഇത്തരം കാര്യങ്ങളിൽ വളരെ സത്യസന്ധമായിട്ട് അങ്ങ് പ്രതികരിക്കുന്ന ഒരു നേതാവല്ല. പെൻഡിങ്ങിൽ കാര്യങ്ങൾ വെക്കാൻ കഴിവുള്ള നേതാവാണ്. ഇതൊക്കെ നമുക്കറിയാം. പക്ഷേ അദ്ദേഹം അത് പ്രതികരിക്കുന്നത്
ചില നേതാക്കന്മാർ അങ്ങനെ ജയിക്കേണ്ടതില്ല എന്ന് പോലും തോന്നിയിട്ടാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ അത് സമീപകാലത്തെ കണ്ണൂർ രാഷ്ട്രീയത്തിൻ്റെ അകത്ത് ഈ നേതാക്കന്മാരൊക്കെ തമ്മിലുള്ള ഒരുപാട് താല്പര്യങ്ങൾ, അത് പാർട്ടി കമ്മിറ്റിയിലെ ഏതെങ്കിലും ചർച്ചയുടെ ബാക്കി പത്രമായിട്ട് അവർ വിരുദ്ധ അഭിപ്രായങ്ങൾ എടുത്തത് കൊണ്ടൊന്നും ഉണ്ടാകുന്നതല്ല. ഇതിന് പുറത്തുള്ള പല താല്പര്യങ്ങൾ പാർട്ടിക്കകത്തേക്കും കൂടി വലിച്ചു കൊണ്ടുവരുന്നതിൻ്റെ ഭാഗമായിട്ടും കൂടിയുള്ളതാണ് ഈ വിഭിന്ന സ്വരങ്ങൾ. ആ സ്വരങ്ങളുടെ ഒരു പ്രതിഫലനമാണ്. അതുകൊണ്ട് നേരത്തെയുള്ള കണ്ണൂർ രാഷ്ട്രീയം വെച്ചുകൊണ്ട് മാത്രം നമ്മൾ ഇതിനെ പരിശോധിച്ചാൽ ഒരുപക്ഷെ നമ്മൾ അർത്ഥസത്യങ്ങളിലായിരിക്കും എത്തുക എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. ശരി, ശ്രീ ജോസഫ് സി മാത്യു.